നമ്മൾ ഭയമല്ല വേണ്ടത്, മുൻകരുതലാണ് വേണ്ടത്. മുൻകരുതൽ നല്ലതെന്നാലും പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ നമ്മുടെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ചൂട് കൂടുന്ന സമയത്ത് നിങ്ങൾ താഴെ പായ വിരിച്ചോ അല്ലെങ്കിൽ മെത്തയിട്ടോ ബെഡ്ഷീറ്റിട്ടോ കിടക്കാൻ പാടില്ല, അത് സൂക്ഷിക്കണം. അതും പാമ്പ് കടി കിട്ടാനായിട്ട് സാധ്യത കൂടുതലാണ്. ചുവരോട് ചേർന്ന് കിടക്കാതിരിക്കുക, അതിനും കടി കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ കട്ടിൽ ഒരു കാരണവശാലും ജനലിൻ്റെ സൈഡിൽ കട്ടിലിട്ട് കിടക്കുന്ന ഒരു ജനലിനോട് ചേർന്ന് കട്ടിലിട്ട് കിടക്കാതിരിക്കുക. കട്ടിൽ ഒരു നിശ്ചിത അകലം ഒരു 10 ഇഞ്ചെങ്കിലും അകലത്തിലിടുക. വീടിനകത്ത് ചപ്പുചവറുകൾ വാരി കൂട്ടി വെക്കാതിരിക്കാൻ ശ്രമിക്കുക. അലമാരയെ മേശയൊക്കെ ഉണ്ട്, ഒരു കാരണവശാലും ചുവരോട് ചേർത്ത് വെക്കാതിരിക്കുക. അതിനോടൊപ്പം തന്നെ വീട്ടിൻ്റെ പുറത്ത് ജനൽ കിടക്കുന്ന ബെഡ്റൂമിൻ്റെയോ ബാത്റൂമിൻ്റെയൊക്കെ അടുത്തുള്ള ജനലിൻ്റെ കൂടെ വെന്റിലേറ്ററിനോട് ചേർന്നൊക്കെ ഹൈറ്റിലേക്ക് സാധനങ്ങൾ അടുക്കി വെക്കാതിരിക്കുക. അത് നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക, ഹൈറ്റിലേക്ക് സാധനങ്ങൾ അടുക്കി വെക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ വേനൽ കൂടുന്ന സമയത്ത്, ചൂട് കൂടുന്ന സമയത്ത് നമ്മളൊക്കെ വീട്ടിൽ നായ്ക്കൾക്കും പൂച്ചയ്ക്കുമൊക്കെ വെള്ളം വെച്ച് കൊടുക്കാറുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ താഴെ അങ്ങനത്തെ സാധനങ്ങൾ ഈ വെള്ളം പാത്രങ്ങളിൽ വെക്കാതിരിക്കുക. ഇതൊക്കെ നമ്മൾ എഴുന്നേൽക്കുക നമ്മുടെ വീടിനകത്തേക്ക് ആകർഷിക്കാൻ സാധ്യത കൂടുതലാണ്. അതിലുപരി താമര, ആമ്പൽ അങ്ങനെ ചെടികൾ വെക്കുമ്പോൾ അതൊക്കെ ഹൈറ്റിലേക്ക് വെക്കുക. അതോടൊപ്പം തന്നെ ലവ് ബേഴ്സിൻ്റെ കൂടൊക്കെ ഉണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു 1.5 മാസം അടുത്ത് നമ്മുടെ നാട്ടിൽ 2 നല്ല മഴ പെയ്യുന്നത് വരെ ഹൈറ്റ് ചെയ്ത് വെക്കുക. ബൈ ചാൻസിൽ ആർക്കെങ്കിലും ഒരു പാമ്പ് കടി കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു കാരണവശാലും നടക്കാനോ കിടക്കാനോ സമ്മതിക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ കൊച്ചു മക്കൾക്കൊക്കെയാണ് കടി കിട്ടിയ സാറിന് അമ്മമാരും അപ്പന്മാരൊക്കെ കുട്ടികളെ എടുത്തുകൊണ്ട് ഓടി പോകുന്നതൊക്കെ കാണാനുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ല. കുട്ടികളെ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് ഓടരുത്, കയ്യിൽ താങ്ങി എടുത്തുകൊണ്ട് ഓടരുത്, നടന്നു കൊണ്ട് പോകരുത്. 2 വീലർ പരമാവധി ഒഴിവാക്കണം. അതിലുപരി നമ്മൾ അദ്ദേഹത്തെ പിടിച്ചിരുത്തുക. അതിനുശേഷം കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുത്. ചില ആൾക്കാർ ശുദ്ധമായ മണ്ടത്തിന് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുത്. ബ്ലേഡോ കത്തി ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുത്. നല്ല വീതിയുള്ള തുണി, ഒരു കാരണവശാലും ടൈറ്റായി കെട്ടുക എന്നല്ല ആ വാക്കിൻ്റെ അർത്ഥം രക്ത ഓട്ടം തടയുക എന്നല്ല, രക്തോട്ടം കുറയ്ക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹത്തെ പിടിച്ചിരുത്തിയതിനു ശേഷം കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടാതെ, ബ്ലേഡോ കത്തി വെച്ച് മുറിവുണ്ടാക്കാതെ വീതിയുള്ള തുണി, നമ്മുടെ കൈയുടെ കഫിൻ്റെ എങ്കിലും അത്രയും വീതിയുള്ള തുണി ഉപയോഗിച്ച് കെട്ടുക. കടിയേറ്റിൻ്റെ ഒരു ഉദ്ദേശം 10 ഇഞ്ച് മേളിലേക്ക് കെട്ടുക. അതുപോലെ ഒരു കഷ്ണം തുണിയുടെ കയറി കുറച്ചുകൂടെ ഉയരത്തിലേക്ക് കെട്ടുക. കയ്യിലാണ് കടിയേറ്റാൽ, കയ്യിലോ കാലിലോ കടിയേറ്റോ ഒരു കാരണവശാലും താഴേക്ക് തൂക്കിയിടരുത്. കയ്യിലാണ് കടിയേറ്റ് ഹാർട്ടിന് മേളിലേക്ക് കൈ ഉയർത്തി വെക്കരുത്. താഴ്ത്തി നമ്മളെ വയറ്റിൻ്റെ പൊക്കിളിൻ്റെ താഴെ കൈ ഇങ്ങനെ താത്ത് വെച്ച് വയറ്റിലോട് ചേർത്ത് വെച്ച് അദ്ദേഹത്തെ ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. അഥവാ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ശ്വാസം മുട്ടുന്ന ചുമയോ ഒക്കെ ഉണ്ടായാലും ഒരു കാരണവശാലും കാമിടുന്നോ മലർന്നോ കിടക്കാൻ അനുവദിക്കാതിരിക്കുക. അതിന് ഇടതുവശത്തോട്ട് ചരിഞ്ഞ് കിടക്കാൻ സമ്മതിക്കരുത്. വലതുവശത്തേക്ക് മാത്രം ചരിഞ്ഞ് കിടക്കാൻ സമ്മതിക്കുക. അതോടൊപ്പം തന്നെ കഫ തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് കഫം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് നമുക്ക് അദ്ദേഹത്തെ ജീവിതത്തിൽ ചെയ്യുന്ന നിങ്ങൾ വിഷമം അവരെന്ന് വിചാരിക്കും. നിങ്ങൾ ആ കഫം നന്നായിട്ട് തുടച്ച് ആ കവിളൊക്കെ ഒന്ന് കഫം വലത്തോട്ട് ചരിഞ്ഞ് കിടക്കുന്ന കഫം വരുമ്പോൾ കഫം നന്നായിട്ട് തുടച്ച് കളയുക. വരണ കഫത്തെ ക്ലീൻ ചെയ്യുക. അപ്പോൾ അതിന് കുറച്ചുകൂടി ഒന്ന് ശ്വാസം എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക. ഒരാളിനും പാമ്പടി കിട്ടാതിരിക്കട്ടെ, മരണം സംഭവിക്കാതിരിക്കട്ടെ. കേരളത്തിൽ പാമ്പടിയുടെ എണ്ണം വളരെ കൂടുന്നു, മരണവും കൂടുന്നു. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും വേനൽ സമയത്ത് സന്ധ്യാസമയത്ത് വാതിലൊന്നും തുറന്നിടാതിരിക്കുക. ശ്രദ്ധിക്കുക. ഭയമല്ല വേണ്ടത്, മുൻകരുതലാണ് വേണ്ടത്. സാധാരണക്കാരെ നമ്മളൊക്കെ ഒരു പാമ്പിനെ കണ്ടായിരുന്നു നമ്മളപ്പോൾ തന്നെ അടിച്ചു കൊല്ലാനാണ് നോക്കുന്നത്. തടിയും വടിയൊക്കെ എടുത്ത് അപ്പൊ തന്നെ അടിച്ചു കൊല്ലും. അല്ല, ഇവിടെ കുറച്ച് ആ പാമ്പല്ല, മറ്റു പാമ്പുകളുടെ ഭയങ്കര രക്ഷയില്ല ഇവിടെ. ഇപ്പൊ ഇവിടെ നോക്കി അറിയാം, കളുപ്പികളും ഇതെല്ലാം ഉണ്ട് ഇഷ്ടം പോലെ. ഞാൻ പരാതി കൊടുക്കുന്നത് അപ്പുറത്തെ സ്ഥലത്ത് ഞാൻ മെയിൽ അയച്ചാൽ അത് കുറച്ച് പ്രശ്നമുണ്ട്. ഇപ്പൊ ഇതിപ്പോ ഒരു പരാതി കൊടുക്കണം പറഞ്ഞിരിക്കുക, ഒരു വേറെ സിസ്റ്റത്തിൽ കൊണ്ടുവരണം പറഞ്ഞിരിക്കുക. അപ്പൊ SOCയുടെ അപ്പൊ താങ്കൾ അങ്ങനെ വേറിട്ട് ചിന്തിച്ചത് കൊണ്ടാണ് പാമ്പിനെയും രക്ഷിക്കണം മനുഷ്യനെയും രക്ഷിക്കണം എന്ന് ചിന്തിച്ചത് കൊണ്ടാണ്. ആ ഒരു മനസ്സിനെ എത്ര അഭിനന്ദിച്ചാലും ബഹുമാനിച്ചാലും നമുക്ക് മതിയാകില്ല. കാരണം നമ്മൾ ഒരു വ്യക്തി പോലും പാമ്പിനെ രക്ഷിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മുടെ ജീവൻ അപകടത്തിലാകും. ആ ഒരു സാഹചര്യത്തിൽ താങ്കളെ നമ്മൾ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. പിന്നെ അതുപോലെ താങ്കൾ പാമ്പുകളെ കുറിച്ച് നമുക്ക് തരുന്ന ഒരുപാട് വിവരങ്ങൾ വീഡിയോ ആയിട്ട് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈ ഒരു കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് നമ്മള് ഉറങ്ങിക്കിടന്ന കൊച്ചുകുട്ടി ഉൾപ്പെടെ കഴിഞ്ഞ മാസം 18 പേർക്ക് കടിമരണം. ഇന്നിപ്പോ ഇന്ന് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇന്നലെ മാത്രം കടിയെത്തിയത് മലബാർ പേപ്പർ, അംബിനോസി പേപ്പർ, റസൽ പേപ്പറിന്റെ കുഞ്ഞ്, മൂർഖന്റെ കുഞ്ഞിന്റെ കടിയെത്തിയത് മാത്രം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം എനിക്ക് തോന്നുന്നത് ഏകദേശം 80ഓളം പേരുണ്ട്.
പക്ഷെ ഇതൊന്നും കണക്കുകളില്ല ഇൻവോൾവ്മെന്റ്. ഇപ്പോൾ കേരളത്തിൽ മൊത്തം നോക്കുമ്പോഴത്തേക്ക് തടിയുടെ വളർന്നു കൂടുതൽ. പിന്നെ നമ്മൾ യഥാർത്ഥത്തിൽ പാമ്പ് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. കാരണം പാമ്പിനെ പിടുത്തക്കാരുടെ എണ്ണം കൂടിയപ്പോൾ പാമ്പിന്റെ എണ്ണം കൂടിയിരുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു, പാമ്പിന്റെ പിടുത്തക്കാരുടെ എണ്ണം കൂടിയപ്പോൾ പാമ്പിന്റെ എണ്ണം കൂടി. കാരണം ഇതിൽ കൃത്യമായിട്ട് നമ്മൾ തന്നെ എവിടെയാണ് റിലീസ് ചെയ്യുന്നതെന്നൊന്നും ആർക്കും അറിയില്ല, എവിടെയാണ് കൊണ്ടുവിടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പാമ്പില്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ പാമ്പിനെ കാണുന്നു, സിറ്റിക്കകത്ത് വഴുതക്കാടുള്ള സ്ഥലങ്ങളിൽ വലിയ മൂർഖൻ പാമ്പുകളെ കാണുന്നുണ്ട്. എങ്ങനെ വരുന്നു? അപ്പോൾ ഇതിനൊക്കെ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ്. കാരണം ഇത് എവിടുന്ന് ഞാൻ ഫുൾ ടൈം യാത്രയാണ്, 24 യാത്ര. ഇപ്പോഴും ഞാൻ കുറച്ചുകൂടി യാത്ര കൂട്ടി. കാരണം വെച്ചാൽ പാമ്പിനെ ഒരു വീടിനകത്തേക്ക് പാമ്പിനെ കണ്ടുവരുന്ന സ്ഥലങ്ങളിൽ എങ്ങനെയാണ് അവിടെ വരുന്നതെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുന്നത്, ഫുൾ ടൈം സഞ്ചരിക്കും. അപ്പൊ ഇത് വേറെ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞുകൊണ്ടല്ല, അടുത്ത തലമുറയ്ക്ക് ഇപ്പല്ല അടുത്ത തലമുറയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവുക. അടുത്ത തലമുറയ്ക്ക് ഞാനത് എന്റെ പുറകെ യാത്ര ചെയ്യുന്നത് അടുത്ത ഇപ്പൊ നമുക്കൊന്നും ചെയ്യാം. അടുത്ത തലമുറയ്ക്ക് എന്തെങ്കിലും ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസം മുന്നേ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു. പാമ്പിന്റെ ഡെത്തുകൾ, പാമ്പ് കടിയിട്ടിട്ട് ഡെത്ത് വരുന്നതിനെ കുറിച്ച് ഒരു ബൈറ്റ് ഉണ്ട്. അത് വേറൊന്നല്ല, മരുന്ന് റീഡെവലപ്പ് ചെയ്യണ്ട, പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട സമയമായെന്നും പറയാം. അത് കണ്ടുപിടിക്കാത്തതുകൊണ്ട് മരണം സംഭവിക്കുന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ പുതിയതായിട്ടൊരു തീരുമാനമെടുത്ത് മരുന്ന് കേരളത്തിൽ തന്നെ മരുന്ന് കണ്ടുപിടിക്കാനുള്ള സമ്മേളനം തുടങ്ങി. അതിന്റെ പേപ്പർ ഇനി പുതിയ മന്ത്രിസഭ വന്നാലേ അത് പാസ്സാവില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളെ ബൈറ്റ് നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങൾ എന്താ പറയുക, 10ാം ക്ലാസ്സും കുത്തിയാണെങ്കിലും അനുഭവ സമ്പത്തും ഉണ്ട്, ഒരുപാട് വായിച്ചിട്ടുള്ള അറിവുണ്ട് ആണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഞാനൊരിക്കലും ഒരു ഇംഗ്ലീഷുകാർ എഴുതിയ ഒരു ബുക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാൻ പറ്റാത്തതുകൊണ്ടല്ല, പക്ഷേ ഞാൻ ഇംഗ്ലീഷുകാർ ഒരു ബുക്ക് നമ്മുടെ നാട്ടിലെ പാമ്പുകളെ കുറിച്ച് പഠിക്കുന്നത്, നമ്മുടെ സംസ്ഥാനത്തുള്ള പാമ്പുകളെ കുറിച്ച് മാത്രം പഠിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പം നമുക്കിവിടെ പാമ്പടി എത്തി കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കാണുന്ന പാമ്പുകൾ ഒന്നല്ല. അപ്പോൾ ഒരു അണലി കേരളത്തിലാണെങ്കിൽ വനമല്ല, തമിഴ്നാട്ടിലാണ് കയറുന്നത്. അപ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിന് മാത്രമാണ് വനം മിൽക്കുന്നത്, ചെന്നൈയിലാണ്. അപ്പോൾ അവിടുത്തെ അണലിയുടെ വനയോട് തന്നെ ഇന്ത്യ ഒട്ടുക്ക് മരുന്ന് ചെയ്യും. അതൊരു ഡെത്തിന് സാധ്യത കൂടുതലാണ്. എല്ലാത്തിൻ്റെയും വനത്തിന് വേരിയേഷൻ.